إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, വിനയത്തോടും വിട്ടുവീഴ്ചയോടുകൂടെയും ഒക്കെയാണ് ഈ ദുന്യാവിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ആരോടും എളിമയും വിനയവുമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കേണ്ടത്. അപാകതകളൊക്കെ ആരിൽ നിന്നെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചാൽ തന്നെ പരമാവധി അതൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതൊക്കെയാണ് എങ്കിൽ നമ്മളതൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ആളുകളോട് വളരെ വിനയത്തോടും എളിമയോടും കൂടി ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ഒരു രൂപമാണ്. ആളുകളോട് നല്ല നിലയിൽ പെരുമാറുക, വിനയത്തോടുകൂടി പെരുമാറുക, എളിമയോടുകൂടി പെരുമാറുക. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യുക. ഈ രൂപത്തിലൊക്കെ പെരുമാറുന്ന രൂപത്തിലാണ് മനുഷ്യരാകുന്ന വിശ്വാസികളാകുന്ന നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന്. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? അല്ലാഹു നമ്മിൽ നിന്നൊക്കെ എന്തെങ്കിലും വീഴ്ചകളും തകരാറുകളും ഒക്കെ സംഭവിച്ചാൽ അത് പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മോട് ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മോടെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടു പുറത്തു കൊടുക്കാനൊക്കെ നമ്മളും തയ്യാറാവണമെന്നാണ് ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില വിഭാഗം ആളുകളെ കാണാം.
വിട്ടുവീഴ്ചകൾക്കോ വിനയം കാണിക്കാനോ തയ്യാറാവാതെ ധിക്കാരികളും അഹങ്കാരികളുമായി ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്കൊക്കെ പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഇസ്ലാം ശക്തമായി നമ്മോട് സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ച ഒരു കാര്യമാണ് അഹങ്കാരം ജീവിതത്തിൽ വന്നുകൂടുക എന്ന സ്വഭാവത്തെക്കുറിച്ച്. ശക്തമായി നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കിബിർ അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളത്. കാരണം കിബിർ ഒരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അഹങ്കാരിയായ ഒരാളാണ് എങ്കിൽ, അയാളുടെ ഹൃദയത്തിലേക്ക് നന്മകൾ കയറാൻ വല്ലാത്ത പ്രയാസമായിരിക്കും. നന്മകൾ അയാളുടെ ഹൃദയത്തിലേക്ക് എത്ര ഉപദേശിച്ചാലും അല്ലെങ്കിൽ എത്ര അയാൾ കേട്ടാലും ആ നന്മകൾ അയാളുടെ ഹൃദയത്തിലേക്ക് കയറാൻ അല്പ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവരെ തൊട്ട് അള്ളാഹു തആല അവന്റെ ആയത്തുകളെല്ലാം തിരിച്ചു കളയുമെന്നാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, സഅസ്രിഫു അൻ ആയാതി, നിശ്ചയം ഞാൻ എന്റെ ആയത്തുകൾ തിരിച്ചു കളയും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ തൊട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊക്കെ ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അവരിൽ നിന്ന് നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഹങ്കാരം എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനോട് ആദ്യം ചെയ്ത തെറ്റ് തന്നെ അഹങ്കാരത്താൽ ഉള്ളതായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ട്? മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗീയ ലോകത്തിൽ അള്ളാഹു തആല പടച്ചു. എന്നിട്ട് അള്ളാഹു തആല പല കാര്യങ്ങളും ആദം നബി അലൈഹി സ്വലാമിനൊക്കെ അറിയിച്ചു കൊടുത്തു. അദ്ദേഹം അത് മലക്കുകൾക്കും അറിയിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ ആദം നബി അലൈഹി സ്വലാമിനക്ക് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല മലക്കുകളോട് ആവശ്യപ്പെട്ട സമയത്ത് ഇബ്ലീസ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്താണ് കാരണം? അതൊരു അഹങ്കാരമായിരുന്നു, ഒരു കിബിർ ഹൃദയത്തിലുള്ളതായിരുന്നു. ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, നമ്മളൊക്കെ അത് പാലിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ മലായിക്കത്തും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, അവിടെ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്താ കാര്യം? അവൻ വിലങ്ങി നിന്നു. വിലങ്ങാനുള്ള കാരണം എന്താ? വസ്തക്ബർ, അവൻ അഹങ്കരിക്കുകയും ചെയ്തു. അഹങ്കാരം എന്നത് അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വകാന മിനൽ കാഫിരീൻ. എന്താണ് അവൻ അഹങ്കാരത്തോടുകൂടി സംസാരിച്ചത്? അത് ഖുർആൻ പറഞ്ഞു തന്നു. അന ഖൈറും മിന്നു, ഞാനാണ് ആദമിനേക്കാൾ ഖൈർ. അങ്ങനെ ഒരു സ്വഭാവമാണ്, അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണമാണ് കണ്ടത്. അന ഖൈറും മിന്നു, ഞാനാണ് അവനേക്കാൾ ഖൈർ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അതിന് കാരണവും അവൻ കണ്ടുപിടിക്കുന്നു. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ അല്ലാഹുവേ, നീ എന്നെ പഠിച്ചത് തീനാലാണ്, അവനെ പഠിച്ചത് മണ്ണിനാലുമാണ്. അതുകൊണ്ട് മണ്ണിനാൽ പഠിച്ച അവനിക്ക് ഞാൻ എന്തിനാ സുജൂദ് ചെയ്യുന്നത്? ഞാനല്ലേ അവനേക്കാൾ ഖൈറായത് എന്ന ഒരു ചോദ്യമായിരുന്നു അഹങ്കാരത്താൽ ആ ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചത്. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ തീനാലാണ് പഠിച്ചത്, അവനെ മണ്ണിനാലും പഠിച്ചു. അതുകൊണ്ട് ഞാൻ എന്തിനാ അവന് സുജൂദ് ചെയ്യുന്നത്? അവന് ഞാൻ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അഹങ്കാര സ്വഭാവം അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ പ്രകടിപ്പിച്ചു. അള്ളാഹുവിന്റെ മറുപടി എന്താ? ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. അള്ളാഹു തആല ഉടൻ പറഞ്ഞു, ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ നിനക്ക് കിബിർ നടിക്കാനുള്ളതല്ല, ഇവിടെ നിനക്ക് അഹങ്കാരം പ്രകടിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഫഖ്റുജ്, ഇവിടെ നിന്ന് പുറത്തു പോകണം. ഇന്നക മിനസ് സാഗിരീൻ, നീ നിന്ദ്യരായ ആളുകളുടെ കൂട്ടത്തിലായിട്ട് നീ ഇവിടെ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്ലീസിനെ അള്ളാഹു തആല അവിടെ നിന്ന് ആദ്യമായി ആട്ടിവിടുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് ആദ്യമായി ചെയ്ത തെറ്റ് തന്നെ കിബിർ മൂലമുണ്ടായതായിരുന്നു. എന്താണ് കിബിർ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ അത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. കിബിറിനെ രണ്ട് വിധത്തിൽ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം. ഒന്ന്, അൽ കിബിറു അലല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും റസൂലിനോടും കിബിർ കാണിക്കുക, അഹങ്കാരം കാണിക്കുക. എന്താണ് അതിന്റെ അടയാളം? അഥവാ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും ആ കാര്യങ്ങളൊക്കെ അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ, ഞാൻ അതിനേക്കാളൊക്കെ മേലെയാണ് എന്ന ചിന്താഗതിയോടുകൂടി ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ഇങ്ങനെയാണെന്നൊക്കെ അവർക്ക് അറിയാം, എന്നിട്ടും അതിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം, ഇത് കിബിറിന്റെ ഒരു സ്വഭാവമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വസ്ത്രം നെരിയാണി വിട്ട് താഴോട്ട് ഇറക്കരുത് എന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു കൽപ്പനയാണ്.
നാമൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ നെരിയാണിയുടെ മുകൾ ഭാഗത്ത് മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. നെരിയാണിയുടെ താഴെ ഭാഗത്തേക്ക് നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വസ്ത്രങ്ങൾ ഇറങ്ങിപ്പോവാൻ പാടില്ല. ഇത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് എങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, ലാ യൻളുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തറ. അഹങ്കാര രൂപത്തിൽ വസ്ത്രം നെരിയാണിയുടെ താഴെ വലിച്ചയക്കുന്നവന്റെ അവനിലേക്ക് അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മാത്രമല്ല, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫഫിന്നാർ. വസ്ത്രത്തിൽ നിന്ന് നെരിയാണിയുടെ താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നരകത്തിലേക്കുള്ള ഭാഗമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ആ കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഇത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഒരു കിബറിന്റെ ലക്ഷണമാണ് എന്നതാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ പിശാചിന്റെ ലക്ഷണമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ടും എനിക്കതിനൊന്നും സാധ്യമല്ല, ഞാൻ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അതൊക്കെ അള്ളാഹുവിനോടും റസൂലിനോടും കിബർ കാണിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ്. വേറെ ചില, ഇതാണ് ഒരു രൂപത്തിൽ എങ്കിൽ ഇതൊക്കെ തനിക്കത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ ഒഴിവാക്കുന്ന ചില ആളുകൾ. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവരവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന രൂപത്തിലാണ് പല കാര്യങ്ങളും തള്ളിക്കളയുക. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹും റസൂലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് സഹിയായി കൃത്യമായി ബോധ്യപ്പെട്ടാൽ പോലും അത് എന്റെ ബുദ്ധിക്കത് നിരക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കാളുന്ന ആളുകളുണ്ട്. ഇതും അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണമാണ്. അൽ കിബ്റു അലല്ലാഹി വറസൂലി. അള്ളാഹുവിനോടും റസൂലിനോടും കിബ്ർ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, സ്വത്തവകാശം വിവരിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യന്റെ സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് ആണിനിക്കും പെണ്ണിനിക്കുമുള്ള ഓഹരി പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ. ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് എങ്കിൽ അവർക്ക് പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ സ്വത്ത് വീതിക്കുന്ന സമയത്ത് ആണിനിക്കും പെണ്ണിനിക്കുമുള്ള വിഹിതം ഖുർആൻ പറയുന്നത് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ. ഒരു പുരുഷനിക്ക് പെണ്ണിന് കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് കൊടുക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ അതിന് പല കാരണങ്ങളും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അതൊന്നും ഇന്ന് സ്വീകരിക്കാൻ പറ്റുന്ന നിയമമല്ല, എന്റെ യുക്തിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകൾ. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ധാരാളം ആയത്തുകളും ഹദീത്തുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ, സ്ത്രീകളുടെ മേലുള്ള ആധിപത്യവും കാര്യങ്ങളുമൊക്കെ നൽകിയത് പുരുഷന്മാർക്കാണ് എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ ഞാനതിനൊന്നും ബാധ്യസ്ഥനല്ല എന്ന രൂപേണ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കിബറിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉദ്ധരിക്കുന്ന പല ഹദീത്തുകളും, ആ ഹദീത്തുകളൊക്കെ എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ട് അത് ശരിയാകുന്നില്ല എന്ന രൂപത്തിൽ മാറ്റിവെക്കുന്ന പല ആളുകളുമുണ്ട്. ധാരാളം ഹദീത്തുകൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അജവ, കാരക്കയെ കുറിച്ച് വന്ന ഹദീത്തുകളുണ്ട്, പല ആളുകളും അത് നിഷേധിച്ചു കളയുന്നു. അല്ലെങ്കിൽ സംസം വെള്ളത്തെക്കുറിച്ച് പറയുന്ന ഹദീത്തുകൾ സഹിയായ രൂപത്തിൽ ധാരാളം വന്നിട്ടുണ്ട്, എന്നിട്ടും പല ആളുകളും അതൊക്കെ നിഷേധിച്ചു കളയുന്നു. എന്താണ് കാര്യം? ഹദീത്ത് സഹിയാവാത്തത് കൊണ്ടല്ല, പക്ഷെ എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല, ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ മാറ്റിവെക്കുന്നു. ഇതൊക്കെ ഹൃദയത്തിൽ കടന്നുകൂടിയ കിബറിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് എന്നത് കൃത്യമായി നാം മനസ്സിലാക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് സഹിയായി അംഗീകരിക്കപ്പെട്ടാൽ അവിടെ പിന്നെ ഒരിക്കലും കിബർ പാടില്ല. അത് അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാമിനോട് സ്നേഹമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമൊക്കെ സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് ആ ഒരു രൂപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദറത്തിൻ മിൻ കിബ്ർ. ഒരാളുടെ ഹൃദയത്തിൽ ഒരണുവിൻ തൂക്കം കിബറാണ് കടന്നുകൂടിയത് എങ്കിൽ അയാൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ ഒരാൾ പ്രവാചകനോട് ചോദിക്കുകയാണ്,
ഒരാളുടെ വസ്ത്രം നല്ലതായി ധരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടില്ല നബിയെ. ഒരാൾ ചെരുപ്പ് നന്നായി ധരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഒരാൾക്ക് അയാളുടെ വീട് നന്നാവണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ ഒരു കിബറായി പരിഗണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കിബർ എന്താണെന്ന് വിവരിച്ചു കൊടുക്കുന്നു. ഇതൊന്നുമല്ല കിബർ എന്ന് പറയുന്നത്. കിബർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മറുപടി അൽ കിബ്റു ബത്തറുൽ ഹഖ്ഖി വഉംതുന്നാസ്. പ്രവാചകൻ കിബർ കൃത്യമായവർക്ക് നിർവചിച്ചു കൊടുത്തു. കിബർ എന്നാൽ എന്താ? ബത്തുൽ ഹഖ്, അത് ഹക്കിനെ നിരാകരിക്കുക, ഹക്കിനെ തിരസ്കരിക്കുക. ഒരു കാര്യം യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാതെ എനിക്കത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ ധിക്കരിച്ചു പോവുക. അതാണ് ഹക്കിനെ തിരസ്കരിക്കുക. അതാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കിബർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വഉംതുന്നാസ്, ജനങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണുക, ജനങ്ങളെ നിസ്സാരമായി കാണുക. അതാണ് പണ്ഡിതന്മാർ കിബറിന്റെ രണ്ടാമത്തെ രൂപം പറയുന്നത്. അൽ കിബ്റു അലാ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളോട് കിബർ കാണിക്കുക, അള്ളാഹുവിന്റെ അടിമകളാകുന്ന മനുഷ്യരോട് കിബർ കാണിക്കുക. എന്താണ് കിബർ? ഞാനാണ് അവനേക്കാൾ ഉത്തമൻ, അവനെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എല്ലാത്തിനും ഉയർന്നവനാണ്, എന്നെയാണ് എല്ലാത്തിനും പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ പെരുമാറുക. അതാണ് മനുഷ്യനോടുള്ള കിബർ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എന്തിനാണ് അഹങ്കരിക്കേണ്ടത്? ഒരിക്കലും മനുഷ്യന് അഹങ്കരിക്കേണ്ട ഒരവസ്ഥയുമില്ല. എത്രത്തോളം മനുഷ്യൻ എന്തിനാണ് സാധിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കാര്യത്തിനും മനുഷ്യനിക്ക് സാധിക്കുകയില്ല. കാരണം മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറയുന്നത് തന്നെ ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ വളരെ ദുർബലനായിക്കൊണ്ടാണ് പടക്കപ്പെട്ടത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിലാകെ വരൾച്ച വന്നു, ഒരിറ്റ് വെള്ളം എവിടെയും കിട്ടാനില്ല. അവിടെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു കൊടുക്കാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും സാധിക്കുന്നില്ല. നാട്ടിൽ വരൾച്ച വന്നാൽ അതാണ് അവസ്ഥ എങ്കിൽ എന്റെ ശരീരത്തിൽ മാരകമായ ഒരു രോഗം പിടികൂടി, രോഗം എനിക്ക് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുന്നില്ല. മനുഷ്യൻ ദുർബലനാണ് ഈ വിഷയത്തിലൊക്കെ. നാട്ടിലാകെ മഴ കൊണ്ട് വെള്ളപ്പൊക്കമുണ്ടായി, അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നാട്ടിലാകെ വേനലിന്റെ ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്നു. പല ആളുകളും നാശനഷ്ടങ്ങൾ പല ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യാഘാതങ്ങൾ അനുഭവപ്പെടുന്നു. മനുഷ്യനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിൽ ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ ബലഹീനനായിക്കൊണ്ടാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. ആ ബോധം മനുഷ്യനിക്ക് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ നിന്ന് കിബർ ഒഴിഞ്ഞു പോവുകയുള്ളൂ. അതാണ് പണ്ഡിതന്മാർ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ നിയമത്തുകളെ കുറിച്ചൊക്കെ ഓർക്കണം എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ്. നമുക്ക് രോഗമില്ലാത്ത സമയത്ത് എനിക്ക് രോഗം വന്നാൽ ഞാൻ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് രോഗമില്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ഓർക്കണം. പ്രയാസമില്ലാത്ത അവസരത്തിലാണ് എനിക്ക് പ്രയാസങ്ങൾ വന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അയാളുടെ ഹൃദയത്തിൽ നിന്ന് കിബർ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ നിന്ന് കിബറിനെ മാറ്റിവെക്കാൻ സാധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് നാമൊക്കെ ആ അഹങ്കാരമില്ലാത്ത, കിബറില്ലാത്ത ആളുകളായി ജീവിക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഓരോ സെക്കൻഡിലും ഈ ഭൂമിയിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സെക്കൻഡ് സമയം നമുക്കില്ലായിരുന്നു എങ്കിൽ നമുക്കൊന്നും കൃത്യമായ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് കാണാം, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, അള്ളാഹുവെ ഒരു കണ്ണടക്കുന്ന സമയം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കണ്ണടക്കാൻ എത്ര സമയമാണ് വേണ്ടത്? ഒരു അര സെക്കൻഡ് പോലും വേണ്ട ഒരു കണ്ണടക്കുന്ന സമയത്തിന്. എന്നിട്ട് ആ കണ്ണടക്കുന്ന സമയം പോലും എന്റെ കാര്യം ഞാൻ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നീ ഏൽപ്പിക്കരുത് റബ്ബേ, എനിക്കതിന് സാധ്യമല്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എങ്കിൽ ആ ഒരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിലുണ്ടാവേണ്ടത്. അങ്ങനെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ നിന്ന് കിബറും അഹങ്കാരവും ഒക്കെ മാറ്റിവെക്കാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്പോ ആ രൂപത്തിൽ ചിന്തിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ആളുകളോട് എളിമയോടും വിട്ടുവീഴ്ചയോടും താഴ്മയോടുമൊക്കെ പെരുമാറുന്ന മനുഷ്യരായി നല്ലവരായി ജീവിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുക, ആളുകളെ നിസ്സാരമായി കാണുക, ഇതാണ് ശരിക്ക് അഹങ്കാരം എന്ന് പറയുന്നത്. ഒരു സത്യമായ കാര്യം കേട്ടു, അത് മനസ്സിലാക്കി, എന്നാലും അത് ഞാൻ ഉൾക്കൊള്ളില്ല എന്ന ആ ഒരു മനോഭാവം മനസ്സിലുണ്ടോ എങ്കിൽ അത് കിബറിന്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ എന്നേക്കാൾ അവരൊക്കെ താഴ്ന്നവരാണ്, എന്റെ അത്ര രൂപത്തിൽ അവരെ ഒന്നും കൊള്ളില്ല എന്നൊരു ചിന്താഗതിയാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് എങ്കിൽ അതാണ് ഓംതുന്നാസ്, ജനങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണുക. ജനങ്ങളെല്ലാം തന്റെ അത്ര യോഗ്യതയില്ലാത്തവരാണ് എന്ന് ആളുകളെ കുറിച്ച് ചിന്തിക്കുക. ഇത് കിബറിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാർ കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിർ. നരകത്തിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രവാചകൻ പറയുന്നു. എന്നിട്ട് മൂന്നാളുകൾ ആ ഹദീസിൽ എണ്ണുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ഉത്തുല്ലിൻ, ക്രൂര മനസ്സിന്റെ ആളുകളാണ്. ഉത്തുൽ എന്ന് പറയും, ക്രൂര മനസ്സ്. ആളുകളോട് ഒരു എളിമയുമില്ല, ഒരു താഴ്മയുമില്ല, എല്ലാത്തിലും ക്രൂരതയോടുകൂടി പെരുമാറുക. ക്രൂര മനസ്സിന്റെ ഉടമയാണ്. അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാർ, നരകത്തിന്റെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത് ഒന്ന് ഉത്തുല്ല്, ക്രൂര മനസ്സിന്റെ ആളുകൾ. രണ്ടാമത്തേത് ജവ്വാൽ, തമ്മാടികളായി നടക്കുന്ന ആളുകൾ. ആളുകളുടെ ഇടയിൽ ആളുകൾ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല എന്ന രൂപത്തിൽ തമ്മാടികളായി നടക്കുന്ന ആളുകളുണ്ട്, അവരുമാണ് നരകത്തിന്റെ അഹ്ലുകാർ. മൂന്നാമത് പ്രവാചകൻ പറയുന്നു മുസ്തക്ബിർ, അഹങ്കരിക്കുന്ന ആളുകൾ. അഹങ്കരിച്ചുകൊണ്ട്, ആളുകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹക്കിനോട് പുറംതിരിഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന അഹങ്കാരികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കുള്ള അഹങ്കാരവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ്. അത് നമ്മുടെ വാക്കിലായാലും അഹങ്കാരത്തിന്റെ വാക്കുകൾ വരാൻ പാടില്ല. നമ്മുടെ പ്രവൃത്തിയിലായാൽ അഹങ്കാരത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഭാഗത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രൂപത്തിൽ അഹങ്കാരത്തിന്റെ പ്രവൃത്തി ഉണ്ടാവരുത്. നമ്മൾ ആളുകളോട് പെരുമാറുമ്പോൾ അവനൊരു അഹങ്കാരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും വാക്കിലായാലും പ്രവൃത്തിയിലായാലും പെരുമാറ്റത്തിലായാലും ഒന്നും മനുഷ്യനിക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാം ഈ ഹദീസുകളിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ പറയുന്നത് കാണാം, സ്വർഗവും നരകവും തർക്കം പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. സ്വർഗം പറയും സ്വർഗം പറയുന്നത് എന്നിലാണ്, ആളുകളുടെ കൂട്ടത്തിലെ ബലഹീനരും സാധുക്കളുമൊക്കെ എന്റെ കൂട്ടത്തിലാണ്, എന്നിലാണ് ഉണ്ടാവുക എന്ന് സ്വർഗം പറയുമ്പോൾ നരകം പറയുന്നത് ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളും ധിക്കാരികളുമൊക്കെ എന്നിലാണ് ഉണ്ടാവുക എന്ന് സ്വർഗവും നരകവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സ്വർഗം പറയുന്നത് ഫിയൽ വഫാഉന്നാസി വമസാകിനുഹും, സാധുക്കളായ എളിമയോടുകൂടി പ്രവർത്തിക്കുന്ന ദ്വഅഫാകുന്ന ആളുകളൊക്കെ എന്നിലാണ് ഉണ്ടാവുക എന്ന് സ്വർഗം പറയുമ്പോൾ നരകം പറയുന്നത് ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളും ധിക്കാരികളുമൊക്കെ വരാനുള്ളത് എന്റെ അടുത്തേക്കാണ് എന്ന് നരകവും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗത്തോടും നരകത്തോടും പറയുന്ന ഒരു വാക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം, ഇന്നകിൽ ജന്ന റഹ്മതി അർഹമു ബികി മൻ നശാ. സ്വർഗത്തോട് അല്ലാഹു പറയുന്നത് ഇന്നകിൽ ജന്ന, നീ സ്വർഗമാണ്, റഹ്മത്തി, നീ എന്റെ കാരുണ്യം, അനുഗ്രഹമാണ്, അതുകൊണ്ട് അർഹമു ബികി മൻ നശാ, നിന്നിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞാൻ റഹ്മത്ത് നൽകിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നരകത്തോട് പറയുന്നു ഇന്നക്കിന്നാർ, നീ നരകമാണ്, അദാബി, എനിക്ക് ശിക്ഷിക്കാനുള്ള ഒരു കേന്ദ്രമാണ് നീ, അതുകൊണ്ട് ഉഅദിബു ബികി മൻ നശാ, നിന്നിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. വലികിലൈകുമാ ഇലയ്യ മില്ലുഹ, രണ്ടാളെയും നിറച്ചു തരിക എന്നുള്ളത് എന്റെ മേലിൽ ബാധ്യതയാണ് എന്ന് അല്ലാഹു തആല പറയുന്നതായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അഹങ്കാരം എന്നുള്ളത് നരകാവകാശികളുടെ ലക്ഷണമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അഹങ്കരിച്ചു എന്നതുകൊണ്ട് ഭൗതിക ലോകത്തൊന്നും നേടാനില്ല. അഹങ്കരിക്കുന്നവന് അങ്ങനെ അഹങ്കരിച്ച് നടക്കാമെന്നതല്ലാതെ ഒന്നും ഭൗതിക ലോകത്ത് അവന് നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ഫിർഔനിന്റെയും കാറൂനിന്റെയും ഹാമാനിന്റെയും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത്. കാറൂൻ വലിയ മുതലാളിയായിട്ട് ഇവിടെ ജീവിച്ച ആളായിരുന്നു. ഫിർഔൻ വലിയ ഭരണാധികാരിയും ധിക്കാരിയുമായി ജീവിച്ച ആളാണ്. ഇങ്ങനെ എത്രയോ ആളുകളൊക്കെ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ രൂപത്തിലാണ് ആളുകളുടെയൊക്കെ ധിക്കാരവും അഹങ്കാരവുമായി ജീവിച്ചാലും
അവർക്കൊക്കെ സംഭവിക്കാനുള്ളത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അല്ലാഹു തആല നശിപ്പിച്ച സംഭവങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിച്ച് നടക്കരുത്. അഹങ്കാരം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നിങ്ങൾക്ക് ഇവിടെ ഭൂമി കീറിക്കടന്നൊന്ന് പുറത്തു പോകട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല മക്കളെ. അതുപോലെ വലൻ തബ്ലുഗൽ ജിബാല തൂല, ഞാൻ ഉയർന്നിട്ട് പർവ്വതത്തോളം എനിക്ക് ഉയരണം, എന്റെ നീളം പർവ്വതത്തോളം എത്തണം എന്ന് കരുതിയിട്ട് ഒരാൾ അങ്ങോട്ട് ഉയരാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് പർവ്വതത്തോളം നീളത്തിലെത്താനും സാധിക്കുകയില്ല. ഈ രൂപത്തിൽ ഖുലിഖൽ ഇൻസാനു ലൈഫ, മനുഷ്യനെ ബലഹീനരായ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന സന്ദേശം നമുക്കൊക്കെ ഓർമ്മയിലുണ്ടാവണം. ആ ഓർമ്മയിലോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കിബറും അഹങ്കാരവും ഒക്കെ നീങ്ങുകയുള്ളൂ. അങ്ങനെ നീങ്ങിക്കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർത്തുപോവുകയാണ്, ഈ നമ്മുടെ പള്ളിയുടെ അയൽവാസിയായിട്ട് അടുത്ത് മരണപ്പെട്ടു പോയ ആളെ നിങ്ങൾക്കൊക്കെ അറിയാം. പേര് പ്രത്യേകമായി ഞാൻ പറയുന്നില്ല. നമ്മുടെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച വരുമ്പോൾ അദ്ദേഹം ഒരു ഭാഗത്ത് കസേരയിലിരുന്നു പ്രയാസം അനുഭവിച്ചുകൊണ്ട് കസേരയിൽ വന്നിരുന്നു. നമ്മുടെ ഖുതുബകളൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന ആളായിരുന്നു. ഇന്ന് അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ മനുഷ്യരുടെ ഒക്കെ അവസ്ഥ എന്നത് നാം കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഖുതുബ നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കാണുകയാണ്, മനസ്സിൽ കാണുകയാണ്. അദ്ദേഹമായിരിക്കുന്ന സീറ്റും അദ്ദേഹം ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം മനുഷ്യരുടെ ഒരവസ്ഥയാണ് ഇത്. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഏത് സമയവും മരണം നമ്മിലേക്ക് എത്തും. അത് ഇന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവും, അടുത്ത വെള്ളിയാഴ്ച നമ്മളൊക്കെ ഇരിക്കാൻ സാധിക്കുമോ നമുക്കറിയില്ല. ഈ രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ പരലോക ജീവിതം ഖൈറും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല അദ്ദേഹത്തിന് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെയും ഒക്കെ ആളുകളുടെ കൂട്ടത്തിൽ രോഗം അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا، ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار، وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.